Subhanallah, alhamdulillah, la ilaha illallah. Subhanallah, alhamdulillah, la ilaha illallah. Listen carefully. The words will make us think, smile, and feel proud. Here comes our young orator, Isra Sadia of grade 8, ready with confidence and beautiful Malayalam words on the topic Moolyadhishthita Vidyabhyasam. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുന്നതിനായിട്ടാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ അവസരം എനിക്ക് നൽകിയ സർവേഷനിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് വിദ്യാഭ്യാസം? എന്തിനാണ് നാം വിദ്യാഭ്യാസം നേടുന്നത്? നമ്മുടെ വിദ്യാഭ്യാസം എവിടെ തുടങ്ങുന്നു? എന്താണ് ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മം? ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം? എന്താണ് മൂല്യബോധം? അത് ഇപ്പോഴും പഴയതുപോലെ നിലനിൽക്കുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾക്ക് ഉത്തരമാകുന്നതോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും പിൻവാങ്ങുന്നതായിരിക്കും. ആദ്യമായി, എന്താണ് വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം എന്നാൽ അറിവ് നേടുക എന്നതാകാം നിങ്ങളുടെ ഉത്തരം, അല്ലേ? വിദ്യാഭ്യാസം എന്നാൽ കേവലം പാഠങ്ങൾ പഠിച്ച് നല്ല മാർക്ക് നേടുക, ജോലി സമ്പാദിക്കുക എന്നതിലപ്പുറം തിരിച്ചറിവുണ്ടാക്കുക എന്ന വലിയ നേട്ടമുണ്ടാക്കുക എന്നതാണ്. എന്താണ് തിരിച്ചറിവ്? ആരോട് എങ്ങനെ പെരുമാറണം എന്നതാണ് പ്രധാനം. ക്ഷമയും നന്മയും സംസ്കാരമുള്ളവരുമാകണം. ധാർമ്മിക മൂല്യമുണ്ടാകണം, സംസ്കാരമുണ്ടാകണം. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഒരുവനെ സംസ്കാര സമ്പന്നനാക്കുകയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. അടുത്തതായി, നമ്മുടെ വിദ്യാഭ്യാസം എവിടെ തുടങ്ങുന്നു? അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആദ്യപടി നമ്മുടെ മാതാപിതാക്കളും കുടുംബവും വളർന്നു വരുന്ന സാഹചര്യങ്ങളും തന്നെയാണ്. പിന്നീട് വിദ്യാലയവും അധ്യാപകരും സമൂഹവും അവനിൽ സ്വാധീനം ചെലുത്തുന്നു. മണ്ണോട് ചേരുന്നത് വരെയും ഒരുവൻ വിദ്യാർത്ഥി തന്നെയാണ്. ഇതിനിടയിൽ അവൻ അരിച്ചെടുക്കുന്ന നല്ലത് മാത്രമാണ് അവനെ സംസ്കാരമുള്ള ഒരു നല്ല വ്യക്തിയായി രൂപപ്പെടുത്തുന്നത്. ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം? പൂർവിക മതമനുസരിച്ച് ഒരു വിദ്യാർത്ഥിക്ക് 5 ലക്ഷണങ്ങളുണ്ട്. ഭഗധ്യാനം, കാകദൃഷ്ടി, ശ്വാനനിദ്ര, അല്പാഹാരം, ജീർണവസ്ത്രം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും പല സംശയങ്ങളും തോന്നാം. ഭഗം എന്നാൽ കൊക്ക്. കൊക്കുകൾ ഒറ്റക്കാലിൽ തൻ്റെ ആഹാരത്തിനായി ശ്രദ്ധയോടെ കാത്തു നിൽക്കുന്നത് പോലെ ശ്രദ്ധാലുവായിരിക്കണം ഒരു വിദ്യാർത്ഥി. കാകദൃഷ്ടി, കാക്കയുടെ കൗശലം. കാക്കയുടെ കൗശലബുദ്ധിയും ചരിഞ്ഞുനോട്ടവും അതിൻ്റെ ഗ്രഹണശക്തിയാണ്. അതുപോലെ കാര്യങ്ങൾ ശ്രദ്ധയോടെ ഒരു വിദ്യാർത്ഥി ഗ്രഹിക്കണം. ശ്വാനനിദ്ര, നായയുടെ ഉറക്കം. വളരെ ശ്രദ്ധയോടെ ഉള്ള ഉറക്കം. ഒരു ചെറിയ അനക്കം പോലും അവനെ ഉണർത്തുന്നു. അതുപോലെയായിരിക്കണം ഒരു വിദ്യാർത്ഥി. പഠിത്തത്തിൽ ഏകാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണം. അല്പാഹാരം, മിതമായ ആഹാരം. ജീവിതം നിലനിർത്തുന്നതിനാവശ്യമായ സുഖലോലുപതിയില്ലാത്ത ലളിതമായ ആഹാരശീലങ്ങൾ മിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്. അവസാനമായി, ജീർണവസ്ത്രം എന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥി കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്നല്ല. മറ്റുള്ളവർ പരിഹസിക്കാത്ത തരത്തിൽ മാന്യമായും അനാഡംബരമായും വസ്ത്രധാരണം നടത്തുക എന്നതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്കിലും ഏറെക്കുറെ നമുക്ക് ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും എന്താണ് വ്യക്തമാകുന്നത്? നല്ല ഒരു വിദ്യാർത്ഥി നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരിക്കണം. ബാഹ്യശക്തികളിലോ ബാഹ്യ പ്രേരണകളിലോ വശംവദനാകില്ല എന്നതാണ്. അവസാനമായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇന്നത്തെ വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലും ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഒരു പരിധിവരെ നമുക്ക് ഇല്ല എന്ന് തന്നെ തീർത്ത് പറയാം. ക്ലാസ് മുറികളിൽ പലപ്പോഴും പഴയ രീതിയിലുള്ള ശ്രദ്ധയോ അച്ചടക്കമോ നിലനിൽക്കുന്നില്ല. പെരുമാറ്റ രീതികളിലും മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. ക്ലാസ് മുറികളിൽ നിന്ന് ഈ ഒരു രീതി സമൂഹത്തിലേക്ക് എത്തപ്പെടുന്നു. ഈ മൂല്യച്യുതി മാറ്റാൻ നമുക്ക് കഴിയണം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിൻ്റെ വളർച്ചയുടെ ഉത്തുംഗ ശൃംഖത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ വരും തലമുറയെ മൂല്യബോധമുള്ളവരും സംസ്കാര സമ്പന്നരുമാക്കാൻ നമുക്ക് കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.